എല്ലാവർക്കും പുതിയൊരു ദിവസത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളൊരു സ്പെഷ്യൽ ചോറുണ്ടാക്കുന്നത് ചോറാണ്. സാധാരണ പൊന്നിയരിയുടെ ചോറാണിത്. പൊന്നിയരിയാണ്, മറ്റേ ബിരിയാണി അരിയല്ല, ബാസ്മതി റൈസും അല്ല, പൊന്നിയരിയുടെ ചോറാണ്. ഒരുപാട് വേവാൻ പാടില്ല, പാകത്തിന് വേവാൻ പാടുള്ളൂ. ബിരിയാണി ഉണ്ടാക്കുന്നത് കൊണ്ട് കടല വെച്ചിട്ടുള്ള ബിരിയാണിയാണ്. വെള്ളക്കടല കുതിർത്തി വേവിച്ച് വെച്ചതാണ്. 100 ഗ്രാമുണ്ട്. 2-3 ആൾക്ക് 4 ആൾക്ക് കഴിക്കാനുള്ള ചോറും ഉണ്ടാവും. ചോറിനെ വെച്ച് നല്ല വേവാണ്ട് എടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. കടല ഇതിലാണ് ബിരിയാണി ഉണ്ടാക്കുന്നത്. നമുക്ക് തുടങ്ങാം. വെളിച്ചെണ്ണ ഒഴിക്കുന്നത് പട്ട, ഗ്രാമ്പ് എന്തൊക്കെ നോക്കിക്കോളൂ. ഓരോന്നോരോന്നാ ഇടുന്നുണ്ട്. പട്ട, ഗ്രാമ്പ് ഇടുന്നുണ്ട്. ജീരകം ഇടാനുണ്ട്. ചെറിയ ജീരകം 1/2 സ്പൂണ്, വലിയ ജീരകം 1/2 സ്പൂണാണ് ഇടുന്നുണ്ട്. നമ്മുടെ ഉള്ളി ഇടുന്നു. വലിയ 2 സവാളയാണ്. കുറച്ച് കുട്ടികൾക്കുണ്ട്. നോക്കിയിട്ട് മണ്ണിടാം. പിന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കാം. സിമ്പിളാണ്, ടേസ്റ്റാണ്. കുട്ടികളിരുന്ന് ചെറിയവരിരുന്ന് വലിയവർ വരെ എല്ലാവരും കഴിക്കാൻ പറ്റുന്നതാണ്. എണ്ണയൊക്കെ ഏത് വേണമെങ്കിൽ ഉപയോഗിക്കാം. വെളിച്ചെണ്ണ, നെയ്യ്, ഓയിൽ, കടലെണ്ണ ഏത് എണ്ണ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ബിരിയാണി അരി ഇട്ടിട്ട് മാത്രം തന്നെ ബിരിയാണി കഴിക്കുമെന്ന് അങ്ങനെയൊന്നുമില്ല. നമുക്ക് എന്ത് അരി ഉള്ളത് വെച്ചാൽ നമുക്ക് ഉണ്ടാക്കി കഴിക്കാം. പക്ഷെ വലിയ അരി ആകുമ്പോൾ വേറെ ടേസ്റ്റ് ആകും. കുറച്ച് ചെറിയ അരി വെച്ചാൽ ടേസ്റ്റ് വേറെയാണ്. പൊന്നി അരിയിലാണ് ഉണ്ടാക്കുന്നത്. ഞാൻ 1 സ്പൂണ് ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറിയൊരു വീഡിയോ ആണ്, എല്ലാവരും ഫുള്ള് കാണുക. ഇതൊക്കെ ഉണ്ടാക്കി കഴിക്കണം. കഴിച്ചാൽ മാത്രം പോരാ, കമൻറ്റിലും പറയണം ഉണ്ടാക്കിയിട്ട് കഴിച്ചിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത്. പിന്നെ 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി ഉണ്ട്. 1 സ്പൂൺ ചിക്കൻ മസാല ഉണ്ട്. ചിക്കൻ മസാല ഇല്ലെങ്കിൽ മീറ്റ് മസാല ഇടാം, കുഴപ്പമൊന്നുമില്ല. മുളക് പൊടി വേണമെങ്കിൽ അതും ഇടാം. 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ ചിക്കൻ മസാല ഇതുകൊണ്ട്. പച്ചമുളക് ഇട്ടുപോയി, 2 പച്ചമുളകുണ്ട്. മല്ലിപ്പൊടി 1 സ്പൂൺ ഇടുന്നുണ്ട്. മല്ലിപ്പൊടി, നമ്മുടെ തക്കാളി ഇടാം. 2 വലിയ തക്കാളിയാണ്. തക്കാളി ചെറുതായി അരിഞ്ഞിടണം, അപ്പോൾ നല്ല വയറ്റുമ്പോൾ ഉടഞ്ഞു പോകണല്ലോ, അരി വേണ്ടിയിട്ടാണ്. പ്രധാനമായിട്ടും കറിവേപ്പിൻ്റെ ഇല, പുതിന ഇല നിർബന്ധമാണ്. മല്ലിയിലയും ഇടുന്നുണ്ട്. മല്ലിയില ഇടുന്നുണ്ട്. നല്ല ഇളക്കി കൊടുക്കാം. നമ്മുടെ കടല ഇട്ട് കൊടുക്കാം. വെള്ളക്കടലയാണ്, വേവിച്ച കടലയാണ്. എല്ലാവർക്കും അറിയും, അറിയാത്തവർക്ക് പ്രത്യേകം പറയുകയാണ്. ഇട്ട് കൊടുക്കാം. ഒരു 2-3 മിനിറ്റ് ഇട്ട് അടച്ച് വെച്ചിട്ട് കുറച്ച് ഇതൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് അടച്ച് വയ്ക്കണം. നമുക്ക് കുറച്ച് വെള്ളം വെച്ച് കൊടുക്കാം. 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. 2-3 മിനിറ്റ് അടച്ച് വയ്ക്കാം. 5 മിനിറ്റ് 10 മിനിറ്റിൻ്റെ ഉള്ളിൽ ഉണ്ടാക്കാൻ പറ്റിയ ബിരിയാണിയാണ്. ഇപ്പം എല്ലാ കുട്ടികൾക്കും ബിരിയാണി ഇഷ്ടമല്ലേ, അതുകൊണ്ട് ചിക്കനും മീനും മട്ടനൊന്നും ഇല്ലെങ്കിലും നമുക്ക് ബിരിയാണി ഉണ്ടാക്കാം എന്നുള്ളതാണ്. കടല ബിരിയാണിയാണ്. എല്ലാവരും ഉണ്ടാക്കി കഴിച്ച് നോക്കണം, പ്രത്യേകം പറയുകയാണ്. നോൺ വെജ് ഇഷ്ടമില്ലാത്തവർക്ക് വെജ് ഇഷ്ടമുള്ളവരുണ്ടാവുമല്ലോ, അവർക്കൊക്കെ കഴിക്കാമല്ലോ. അപാര ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കി കഴിച്ച് നോക്കണം പ്രത്യേകം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യണം.
സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവരും ഉണ്ടായി കഴിച്ചിട്ട് പറയുകയും വേണം കമൻറ്റിലൂടെ. അപ്പോഴല്ലേ എനിക്കറിയുള്ളൂ. കലങ്ങി കൊടുക്കാം. ചോറിടാൻ പോവാണ്. ചോറിട്ട് കൊടുക്കും. ഞാൻ അരി ഒട്ടാണ്ടിരിക്കണം മാത്രമേ ഉള്ളൂ. ഒന്നിലെ ഒന്ന് ഒട്ടാണ്ടിരിക്കണം അരി. അത്ര വേണം ചോറ്. വീഡിയോ ആയതോടെ അവസാനം വരെ കാണണം, അപ്പോഴേ മനസ്സിലാവുള്ളൂ. ചെറിയൊരു കുഞ്ഞു വീഡിയോ ആണ്. ഒരു ലെമൺ ഒഴിക്കുന്നുണ്ട്, ചെറുനാരങ്ങ നീരാണ് ചുരുവുണ്ട്. നമുക്ക് ഇറക്കി കൊടുക്കാം. ചോറ് വേണമെങ്കിൽ കൂട്ടിയിടാം, കടല വേണമെങ്കിൽ കൂട്ടിയിടാം, കുറയ്ക്കുക. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. എങ്ങനെ നമുക്ക് ഇഷ്ടച്ചാൽ അതേമാതിരി നമുക്ക് ഉണ്ടായി കഴിക്കാം. ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ സൂപ്പർ ടേസ്റ്റിലുള്ള കടല ബിരിയാണി സൂപ്പർ ടേസ്റ്റ് റെഡിയായി. എല്ലാവരും ഉണ്ടായി കഴിച്ച് നോക്കണം. അപ്പം നമുക്കിനി വീണ്ടും അടുത്തൊരു വീഡിയോ നമുക്കിനി വീണ്ടും കാണാം.